വടകരയുടെ മുഴുവൻ ആളുകളുടെയും വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നാണ് ഫീൽഡ് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നത്. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂട് പിടിക്കുന്ന കാഴ്ചയാണ്. കാലാവസ്ഥയിലെ ചൂടിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള ചൂടേറിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്, എല്ലാ മുന്നണികളുടെയും. സ്ഥാനാർത്ഥികളാകട്ടെ പരമാവധി ആളുകളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ വടകര മണ്ഡലത്തിൽ ഇത്തവണ വലിയ പോരാട്ടം തന്നെയാണ് നടക്കാൻ സാധ്യതയുള്ളത്. 3 മികച്ച പോരാളികളാണ് ഓരോ മുന്നണിക്ക് വേണ്ടിയും കളത്തിലിറങ്ങിയിരിക്കുന്നത്. NDAക്ക് വേണ്ടി അഡ്വക്കേറ്റ് കെ ദിലീപാണ് സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രചരണങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? കാരണം ഈ വടകര നിയമസഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം KK രമ ഒഴിച്ചാൽ ബാക്കി മുഴുവനായിട്ടും ഇടതുപക്ഷത്തിൻ്റെ അല്ലെ സോഷ്യലിസ്റ്റിൻ്റെ ആളുകൾ മാത്രമാണ് പ്രതിദാനം ചെയ്തത്. അത് 20 വർഷത്തോളം നാണോട്ടൻ, അതേപോലെ തന്നെ 20 വർഷത്തോളം ചന്ദ്രശേഖർ, അങ്ങനെയുള്ള ആൾക്കാർ ചെയ്തിട്ട് പോലും വടകരയ്ക്ക് വടകരയുടേതായ വികസനം എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആളുകൾ എന്താണ് പറയുന്നത്? ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള മാറ്റം പോലെ മാറാത്തത് ഇനി മാറും എന്നുള്ള BJPയുടെ കൺസെപ്റ്റിനനുസരിച്ചിട്ടാണ് ജനങ്ങളുടെ മനസ്സ് ഇപ്പോഴുള്ളത്. അപ്പോൾ നല്ല പ്രതീക്ഷയാണത്. തീർച്ചയായിട്ടും ജനങ്ങൾ വളരെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഫലം കിട്ടാത്ത ഒരു വീട് പോലും ഇന്ന് ഗ്രാമപ്രദേശത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും മോഡിയുടെ ഭരണത്തിൻ്റെ ആ ഗുണഫലം ഡയറക്റ്റ് ലഭിക്കുന്നുണ്ട്. അതെന്തായാലും ജനങ്ങൾ വോട്ടാക്കി മാറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ ഓരോ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ NDA സംബന്ധിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത്രത്തോളം കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടും എന്തുകൊണ്ട് NDAക്ക് അല്ലെങ്കിൽ BJPക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് അത്രത്തോളം ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല? ഒന്ന്, ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ 10 പേര് മാത്രമാണ് BJP സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുള്ളത്. നിലവിൽ 90 പേരും BJP വിരുദ്ധരായിരുന്നു ഇന്നലെ വരെ. പക്ഷെ അതിലൊരു ചെറിയ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ ആളുകൾക്കൊരു തോന്നൽ ഈ BJP അല്ലെങ്കിൽ NDA ആവുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിനൊപ്പം മാത്രമാണോ നിൽക്കുമോ, അങ്ങനെ ഒരു തോന്നൽ വരുന്നുണ്ട് മറ്റു മുന്നണികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് വെറും തോന്നൽ മാത്രമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ എല്ലാ സ്കീമുകളും ഇപ്പം ജനൌഷധി സംവിധാനം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനൊന്നല്ല. ആരാണോ അപ്ലിക്കേഷൻ കൊടുത്തത് അവർക്കൊക്കെ ജനൌഷധി ഇതിൻ്റെ ലൈസൻസ് പാസ്സായിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധി എന്ന് പറഞ്ഞാൽ അപേക്ഷിച്ച കർഷകർക്ക് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമാണ്. അത് മതത്തിൻ്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയോ അതിർവരമ്പുകളൊന്നുമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളെയും, ഇന്ത്യയിലുള്ള 145 കോടി ജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു ഭരണമാണ് കേന്ദ്ര ഭരണം. അതാണ് നരേന്ദ്രമോദി. അപ്പോൾ അത് അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വടകരയ്ക്ക് വേണ്ടി എന്താണ് പ്രധാനമായിട്ടും ചെയ്യാൻ സാധിക്കുക? വടകരയുടെ മെയിനായിട്ടുള്ളത് വടകരയുടെ പാരമ്പര്യം, വടകരയുടെ ഈ വാണിജ്യ കേന്ദ്രങ്ങൾ, ഒന്ന് അടക്കാത്തെരു, അതേപോലെ തന്നെ പെരുവാട്ടംതാഴ, താഴെയങ്ങാടി, ഇതൊക്കെ ഒരു കാലത്ത് വടകരയുടെ പ്രതാപത്തിൻ്റെ സിമ്പലുകളായിരുന്നു. അതൊക്കെ ഇന്ന് നാമാവശേഷമായി നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അത് പുനരുദ്ധരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യും, അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അതേപോലെ തന്നെ വടകരയിലെ വോളിബോളിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്നതാണ്, കളരിയുടെ കേന്ദ്രമാണ്. ഇതൊക്കെ എന്താണ് അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ്. അതൊക്കെ തിരിച്ചു പിടിക്കും. പഴയ പ്രതാപത്തിൻ്റെ കാലത്തുള്ള ആ നല്ല കാര്യങ്ങളും അതേപോലെ ആധുനികതയിലുള്ള ഡിജിറ്റൽ യൂത്തിൻ്റെ കാര്യങ്ങളും വൈബ്രൻ്റ് യൂത്താക്കിയിട്ട് മാറ്റി രണ്ടും കൂടിയിട്ടുള്ള ഒരു വികസന കൺസെപ്റ്റാണ് BJPക്കുള്ളത്. യൂത്തിന് ചോദിച്ച് അല്ലെങ്കിൽ യൂത്തിൻ്റെ അടുത്ത് നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ടോ? അവരെന്താണ്? തീർച്ചയായിട്ടും യൂത്ത് അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള പഠിക്കാനുള്ള കോഴ്സുകൾ നമ്മുടെ മടപ്പള്ളി കോളേജിൽ ആരംഭിക്കണം. കാരണം എത്രയോ ചരിത്രപരമായിട്ട് വളരെ പ്രാധാന്യപ്പെട്ട കോളേജാണ് മടപ്പള്ളി കോളേജ്. അവിടെ എത്രയോ കോഴ്സുകൾക്ക് സാധ്യതയുണ്ട്, ഏറ്റവും ന്യൂജൻ കോഴ്സുകൾ. ആ കോഴ്സുകൾ വരണം. പിന്നെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനുള്ള സംവിധാനം വേണം. ഇപ്പം കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞാൽ നേരെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ടാണ് ഡിഗ്രി പോലും
മറ്റൊരു കാലത്ത് പ്രൊഫഷണൽ കോഴ്സിന് മാത്രമാണ് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കാറ്. ഇപ്പോൾ ഡിഗ്രി കോഴ്സ് പോലും ബാംഗ്ലൂർ അല്ലെ കർണാടക, മൈസൂരിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ന്യൂജൻ കോഴ്സുകളുടെ അഭാവം കൊണ്ടാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മടപ്പള്ളി കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകളിൽ ന്യൂജൻ കോഴ്സുകൾ ആരംഭിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. ഇപ്പോൾ നിലവിലുള്ള MLA പറയുന്നത് പ്രതിപക്ഷ MLA ആയതുകൊണ്ട് തന്നെ ഫണ്ട് കിട്ടുന്ന കാര്യത്തിലായാലും പുതിയ പദ്ധതികളുടെ കാര്യത്തിലേക്ക് ഒരു പരിമിതിയുണ്ട്, വലിയ രീതിയിലുള്ള ഒരു പരിഗണന സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയും. അത്തരത്തിലാവുമ്പോൾ BJP അല്ലെങ്കിൽ NDA അധികാരത്തിൽ വരികയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം ഉപയോഗിച്ച് വടകരയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും. കാരണം ഇന്ന് തന്നെ വടകര മണ്ഡലം ഉൾപ്പെട്ട മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകളൊക്കെ BJPയുടെ മെമ്പർമാർ ജയിച്ച വാർഡുകളിലും അഥവാ ജയിക്കാത്ത വാർഡിൽ വരെ PT ഉഷ MPയുടെയും സദാനന്ദ മാഷ് MPയുടെയൊക്കെ വികസന ഫണ്ടിൽ നിന്ന് വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പ്രാദേശിക പാർട്ടിയുടെ ഒരു MLA ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിമിതിയുണ്ട്. കാരണം അതുതന്നെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് വടകരയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള വികസന പ്രവർത്തനങ്ങളല്ലാതെ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനവും 5 വർഷം കൊണ്ട് MLAക്ക് മണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം NDA ഒരു നിർണായക ശക്തിയാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണോ ജയിക്കുക, അല്ലെങ്കിൽ കാസർഗോഡ് മഞ്ചേശ്വരത്താണോ ജയിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. ഇപ്പം പത്രപ്രവർത്തകന്മാർ തന്നെ, കാരണം ഏറ്റവും കൂടുതൽ സ്റ്റഡി നടത്തുന്ന ഫീൽഡിൽ പോയിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ള ദൃശ്യമാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നത് എവിടെയാണ് BJP ജയിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡസൻ കണക്കിന് സീറ്റുകൾ കേരളത്തിൽ BJPക്ക് നേടാനുള്ള സാധ്യത ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഓരോ മുന്നണിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിലൊരുപാട് പോരായ്മകൾ നമ്മൾ പറയുന്നു. അതേസമയം UDF ആണെങ്കിൽ അത്തരത്തിൽ വേറെ ഇത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ മാറി NDA വ്യത്യസ്തമാക്കുന്നത് എന്താണ്? കാരണം ഒന്ന് LDF ആണെങ്കിൽ ഈ വികസനമൊന്നുമല്ല അവർ പറയുന്നത്. അവർ SDPIയുടെ പിന്തുണയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ സപ്പോർട്ട് അവരാവശ്യപ്പെടുന്നു. മറുഭാഗത്ത് UDF ആയിക്കോട്ടെ ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ആ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. കാരണം രണ്ട് കൂട്ടരും മതേതര പ്രസ്ഥാനം എന്ന് പറയുന്ന രണ്ട് കൂട്ടരും മതപ്രീണനത്തിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് കേരളത്തിൽ. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ NDA അതിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു? NDA എന്ന് പറഞ്ഞാൽ NDAയുടെ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള വികസനമാണ്. ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നാണ് പാർട്ടിയുടെ ആപ്തവാക്യം തന്നെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുഴുവൻ കേരളീയരുടെയും വടകരയുടെ മുഴുവൻ ആളുകളുടെയും വികസനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ച് കൊണ്ടിരിക്കുന്ന വടകരയിൽ ഇത്തവണ ഇതിൽ നിന്നൊരു മാറ്റം, അതാണ് NDA ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രചരണങ്ങളൊക്കെ അതിനനുസരിച്ച് നല്ല രീതിയിൽ നടക്കുന്നു. വലിയൊരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നാണ് ഫീൽഡ് പോകുന്ന സമയത്ത് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ വടകരയ്ക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മാറ്റം ഉണ്ടാക്കുക. തീർച്ചയായും.